കഥ കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവരും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മനോഹരമായ ഒരു കഥ കേൾക്കുവാൻ കഴിയും. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഭയമില്ലാത്ത ഒരു ദൈവത്തെ അന്വേഷിച്ചിറങ്ങി. ഒരു ജീവിതത്തിൽ ആ ദൈവത്തിന് ഭയം പാടില്ല. അങ്ങനെ ഭയമില്ലാത്ത, പേടിയില്ലാത്ത ഒരു ദൈവത്തെ താൻ അന്വേഷിച്ചു. താൻ യാത്ര തിരിക്കുന്ന സമയത്ത് തൻ്റെ ഫ്രണ്ടിൽ താൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ താൻ കാണുന്നത് രണ്ട് സ്ഥലത്തെ കാണുവാൻ കഴിഞ്ഞു. ഒന്ന് ഒരു കുരിശടിയും മറ്റൊന്ന് മറ്റ് വിഗ്രഹങ്ങളെ വച്ചിരിക്കുന്ന ഒരു സ്ഥലവും കണ്ടുപിടിച്ചു. കണ്ടതിന് ശേഷം താൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് താൻ വളരെയധികം വീക്ഷിച്ചു നോക്കിയപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വലിയ ബലം കൂടിയ ഡോറ് കൊണ്ട് ഇതിനെ ബന്ധിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിനെ ഈ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ താൻ ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചു, ഈ ദൈവത്തെക്കാളും വളരെ ശക്തിയുള്ളതാണ് ഇരുമ്പ് എന്ന് മനസ്സിലായി. കാരണം ആ ദൈവത്തിനെ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് കൊണ്ട് ഇതിനെ അടച്ചിരിക്കുന്നു. അപ്പം തനിക്ക് മനസ്സിലായി അതിനേക്കാളും ശക്തിയും ബലവുമുള്ളതാണ് ഇരുമ്പെന്ന് മനസ്സിലായി. താൻ വിചാരിച്ചു, എന്നാൽ ഇരുമ്പിനെ പിൻപറ്റാം എന്ന് പറഞ്ഞ് താൻ അതിലേക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഇരുമ്പിനോട് ചോദിച്ചു. ഇരുമ്പ് പറഞ്ഞു, ഞാൻ ദൈവമായിരിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ, നീ എന്നെ വണങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ്? അപ്പോൾ പറഞ്ഞ്, എനിക്ക് മറ്റൊന്നിനെ ഈ ദൈവത്തെയൊക്കെ സൂക്ഷിക്കുന്നത് ഞാനാണ്. എനിക്ക് അത്രമാത്രം ശക്തിയുണ്ട്. കള്ളന്മാർ വന്നു കഴിഞ്ഞാൽ എന്നെ ആക്രമിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ ബാക്കിയിരിക്കുന്നതിനെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. അത്രയും മാത്രം എനിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ, തീയെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അതെന്താണ്? അപ്പോൾ പറഞ്ഞ്, തീയുടെ മുമ്പിൽ എന്നെ കൊണ്ടിട്ട് ഞാൻ ഉരുകിപ്പോവും, എനിക്ക് നിൽക്കുവാൻ കഴിയില്ല, തീ എനിക്ക് ഭയങ്കര ഭയമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇരുമ്പല്ല തീയാണ് വലുതെന്ന് മനസ്സിലായി. അങ്ങനെ തീയെ ആശ്രയിച്ചു. തീ പറഞ്ഞ്, എന്ത് കിട്ടിയാലും ഞാൻ ദഹിപ്പിച്ച് കളയും, എൻ്റെ മുമ്പിൽ ഒന്നിനും നിൽക്കാൻ കഴിയില്ല, അത്രമാത്രം ശക്തി എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ അപ്പോഴും വിചാരിച്ചു, തീയുടെ പിന്നിൽ പോയി. അപ്പോൾ തീ പറഞ്ഞു, എന്നെ വണങ്ങുന്നതിന് മുമ്പേ എനിക്കൊരു അപേക്ഷയുണ്ട്. വെള്ളം എനിക്ക് ഭയമാണ്, എനിക്ക് വെള്ളത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. ഞാൻ പടർന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം എൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് ഞാൻ ഒന്നുമില്ലാതെ നശിച്ചു പോകും എന്ന് പറയും. ആ മനുഷ്യൻ അപ്പോഴും മനസ്സിലായി, ഇത് തീയല്ല വലുത്, വെള്ളമാണെന്ന് മനസ്സിലായി. താൻ വെള്ളത്തെ പിൻപറ്റി. വെള്ളം പറഞ്ഞു, ഞാൻ സുനാമി അടിച്ചിട്ടുണ്ട്, കേരളത്തിലും പല സ്ഥലത്തും ഞാൻ വെള്ളപ്പൊക്കമായി വന്നിട്ടുണ്ട്, പലതിനെ നശിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്ക് അത്രമാത്രം ശക്തിയുണ്ട്, എനിക്ക് നിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വിചാരിച്ചു വെള്ളമാണ് ഏറ്റവും വലുതെന്ന്. അങ്ങനെ താൻ വെള്ളത്തിന് മുമ്പിൽ ഇങ്ങനെ പോയപ്പോൾ, വെള്ളത്തിനെ വണങ്ങുവാൻ പോയപ്പോൾ വെള്ളം പറഞ്ഞു, വണങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്, അതൊന്ന് കേൾക്കുവാൻ. ആ മനുഷ്യൻ കേട്ടു. എന്താണ് സംഭവം? അതെനിക്ക് ചൂടിനെ ഭയമാണ്, സൂര്യനെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞു. അതെന്താ സൂര്യനെ ഭയക്കുവാൻ കാര്യം? താൻ അപ്പോൾ പറഞ്ഞു, സൂര്യൻ്റെ ശക്തിയേറിയ ചൂട് എൻ്റെ ശരീരത്തിൽ അടിക്കുമ്പോൾ, എൻ്റെ വെള്ളത്തിൽ അടിക്കുമ്പോൾ ഞാൻ നീരാവിയായിട്ട് മാറിപ്പോവും, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞാൻ ആവിയായിട്ട് മാറിപ്പോവും. അപ്പോഴതിന് മനസ്സിലായി, ഇദ്ദേഹത്തിന് വീണ്ടും മനസ്സിലായി, അതല്ല വിഷയം, സൂര്യനാണ് ഇതിനേക്കാളും ശക്തിയേറിയത്, ഭയമില്ലാത്തതെന്ന്. അതിനുശേഷം സൂര്യൻ അടുത്ത് പോയി. സൂര്യനെ ചോദിച്ചു. സൂര്യൻ പറഞ്ഞു, എനിക്ക് ഏത് സ്ഥലത്തും ശക്തിയായിട്ട് എനിക്ക് ചൂടടുപ്പിക്കുവാൻ കഴിയും, എൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ കഴിയില്ല, അത്രമാത്രം ശക്തിയോടെ ഞാൻ നിൽക്കുന്നതാണ്. അപ്പോൾ സൂര്യനെ പിൻപറ്റാം എന്ന് ചിന്തിച്ചു. സൂര്യനടുത്ത് പോയി വണങ്ങുവാൻ പോയപ്പോൾ സൂര്യൻ പറഞ്ഞു, എന്നെ വണങ്ങുവാൻ വരട്ടെ, ഒരു കണ്ടീഷനുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ വളരെ ശക്തിയേറിയ ചൂടടിക്കുമെങ്കിലും, വളരെ ശക്തമായ ചൂട് ഞാൻ ഭൂമിയിൽ കൊടുക്കുമെങ്കിലും മേഘത്തെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞു. ആ മേഘം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭൂമിയിൽ വളരെ ശക്തിയേറിയ ചൂട് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചൂടിനെ തടുക്കുവാൻ മേഘം വന്ന് മറയ്ക്കും. മേഘം മറച്ചിട്ട് ആ ചൂട് താഴോട്ട് അടിക്കാതെ വരണം മേഘം കൊണ്ട് മറച്ചു കളയും, എനിക്ക് മേഘത്തെ ഭയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സൂര്യനല്ല പ്രശ്നം, മേഘമാണ് ഇതിനേക്കാളും ബെറ്റർ എന്ന് മനസ്സിലായി. അങ്ങനെ മേഘത്തിനടുത്ത് പോയപ്പോൾ മേഘം പറഞ്ഞു, എത്ര ശക്തിയേറിയ
പ്രകാശം മുകളിൽ നിന്ന് അടിച്ചാൽ പോലും ഞാൻ മറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ഒന്നും കാണാത്ത വിധത്തിൽ എനിക്ക് മറയ്ക്കുവാൻ കഴിയും. അങ്ങനെയാണല്ലോ ഇസ്രായേൽ ജനങ്ങളെ അങ്ങനെ മറയ്ക്കുവാൻ തക്കവണ്ണം ഉപയോഗിച്ചതും മേഘമാണ്. ആ മേഘം പറഞ്ഞു എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ മേഘത്തിൻ്റെ അടുത്ത് പിൻപറ്റിയപ്പോൾ മേഘത്തിൻ്റെ അടുത്ത് വണങ്ങുമ്പോൾ മേഘം പറഞ്ഞു വണങ്ങാൻ പറ്റും, ഒരു കാര്യം, ഞാൻ ഇത്രയും ശക്തിയായിട്ട് നിൽക്കുന്നുവെങ്കിലും എനിക്ക് കാറ്റിൻ്റെ ഭയമാണെന്ന് പറഞ്ഞു. അതെന്താ കാറ്റിൻ്റെ ഭയം? ഞാൻ ബലത്തോടെ ശക്തിയോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാറ്റ് വന്ന് എന്നെ അടിച്ച് ഏതെങ്കിലും ദിശയിൽ കൊണ്ടുപോകാൻ കഴിയും. ഞാൻ ബലം പ്രയോഗിച്ച് നിൽക്കുന്ന സ്ഥലത്തൊക്കെ എൻ്റെ സ്വയം ഇഷ്ടത്തിന് നിൽക്കുവാൻ കഴിയാതെ കാറ്റ് വന്ന് എന്നെ അടിച്ച് മറ്റു ദിശയിലേക്ക് മാറ്റും. അപ്പോൾ എനിക്കതിന് സ്വയമായിട്ട് നിൽക്കുവാൻ കഴിയില്ല. ഞാൻ കാറ്റിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ തനിക്ക് മനസ്സിലായി കാറ്റാണ് ഏറ്റവും ഭയങ്കരമാണെന്ന് മനസ്സിലായി. താൻ അതിനെ ഉപേക്ഷിച്ചിട്ട് കാറ്റിനോട് പോയി. കാറ്റിൻ്റെ അടുത്ത് പോയപ്പോൾ കാറ്റ് പറഞ്ഞു, എനിക്ക് നിൽക്കുവാൻ ഞാൻ പല സ്ഥലത്തും ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, അങ്ങനെ പലവിധമായ കാറ്റായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ കാറ്റടിക്കുന്ന സമയത്ത് ഒന്നിനും നിൽക്കുവാൻ കഴിയില്ല. എല്ലാത്തിനെയും അടിച്ച് പാറ്റി പതറിപ്പോകാൻ തക്കവണ്ണം എനിക്ക് കഴിയും. പക്ഷേ അപ്പോൾ ഈ മനുഷ്യനെ ചിന്തിച്ചു, ഏറ്റവും വലിയ ശക്തിയുള്ളത് കാറ്റാണെന്ന് മനസ്സിലായി. അങ്ങനെ കാറ്റിൻ്റെ അടുത്ത് പോയി മടങ്ങുവാൻ പോയപ്പോൾ കാറ്റ് പറഞ്ഞു, ഇതെല്ലാം ശരിയാണ്, എനിക്ക് അത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ പോലും എനിക്ക് വലിയ മലയെ ഭയമാണെന്ന് പറഞ്ഞു. അതെന്താണ് മലയെ ഭയക്കുവാൻ കാര്യം? അത് വളരെ ശക്തിയായിട്ട് ഞാൻ വന്ന് എല്ലാത്തിനെയും അടിച്ച് മറിച്ച് കളയും. പക്ഷേ വലിയ പർവ്വതമായ മലയുടെ മുമ്പിൽ എത്തുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറണം. അത് മാറില്ല. ഞാൻ വളരെ ശക്തിയായിട്ട് അടിക്കും, ആ മല അവിടെ തന്നെ ഇരിക്കും, ഞാൻ ഒഴിഞ്ഞ് മറ്റൊരു വഴിയെ പോകേണ്ടി വരും. അപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി കാറ്റല്ല പ്രശ്നം, കാറ്റിനെക്കാളും വലുതാണ് മല എന്ന് മനസ്സിലായി. അങ്ങനെ വലിയ മലകളെ ആശ്രയിക്കുവാൻ തുടങ്ങി. വലിയ മലയെ ആശ്രയിച്ച് പാറകളെ ആശ്രയിച്ച് പോയപ്പോൾ പാറയെടുത്ത് പോയി, നീയാണ് ഏറ്റവും വലുതെന്ന് ഞാൻ മനസ്സിലാക്കി, നിനക്കൊന്നിനെയും ഭയമില്ല എന്ന് മനസ്സിലായി. മറ്റുള്ള എല്ലാം അടിച്ച് കാറ്റൊക്കെ ഒഴിഞ്ഞു മാറുമ്പോൾ നീ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ മലയുടെ അടുത്ത് പോയി താൻ ചോദിച്ചു. അപ്പോൾ മല പറഞ്ഞു, നീ എന്നെ വണങ്ങുവാൻ വരട്ടെ, എനിക്ക് ഒന്നിനെ ഭയമാണ്. അപ്പോൾ ചോദിച്ചു, ആരെയാണ് നിനക്ക് ഭയം? അപ്പോൾ പറഞ്ഞു, എനിക്ക് മനുഷ്യനെയാണ് ഭയം. എന്തിനാണ് മനുഷ്യനെ ഭയക്കുവാൻ കാര്യം? അത് മനുഷ്യൻ വലിയ കരിമരുന്നുകളും ബുൾഡോസറുകളും കൊണ്ട് എന്നെ ഇടിച്ച് പൊട്ടിച്ച് തൂളിയായി കളയുന്നു. എനിക്ക് മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയില്ല. പാറ കഷ്ണങ്ങളായിട്ട് എന്നെ കരിമരുന്ന് ഉപയോഗിച്ച് പൊട്ടിച്ച് മാറ്റുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്നെ അപ്രത്യക്ഷമാക്കുന്നു. മനുഷ്യന് എനിക്ക് ഭയങ്കര ഭയമാണ്, മറ്റൊന്നിനും എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യന്റെ അടുത്ത് വന്നു. ഈ മനുഷ്യൻ തിരിച്ച് വീണ്ടും മനുഷ്യരെ വന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. മനുഷ്യൻ പറഞ്ഞു, പല രാജ്യങ്ങളും പല ചക്രവർത്തിയായിട്ട് പല രാജാക്കന്മാരായിട്ട് ഭരിച്ച് പല രാജ്യത്തെയും പല ദേശത്തെയും ഭരിക്കുവാൻ മനുഷ്യനെ ഉപയോഗിച്ചു. ആ മനുഷ്യൻ രാജാക്കളായി പലയിടത്തും വാഴുവാൻ തക്കണുണ്ടായി. മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ആരെയും ഭയമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും, ആരെ ഉപദ്രവിക്കാൻ കഴിയും, ആരെയും കൊല്ലുവാൻ കഴിയും, എല്ലാത്തിനും കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ പലരും ഇങ്ങനെ പറയുവാൻ തക്കണുണ്ടായി. എന്നാൽ ആ അങ്ങനെയുള്ള മനുഷ്യരെ താൻ ആശ്രയിച്ചപ്പോൾ അതിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഭയങ്കര കഴിവുള്ള ആളാണ്, എനിക്ക് എല്ലാത്തിനും കഴിവുണ്ട്, പക്ഷെ എനിക്ക് ഈ മരണത്തെ ഭയമാണെന്ന് പറഞ്ഞു. മരണമാണ് എൻ്റെ വിഷയം, മരണത്തെ എനിക്ക് ഭയങ്കര ഭയമാണ്, മറ്റൊന്നിനെ എനിക്ക് ഭയമില്ല, എന്തിനെ ഞാൻ കീഴ്പ്പെടുത്തും, പക്ഷെ മരണത്തെ മാത്രം ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ താൻ മരണത്തിൻ്റെ അടുത്ത് പോയി. മരണത്തിൻ്റെ അടുത്ത് പോയപ്പോൾ മരണം പറഞ്ഞു, ഏത് നിമിഷവും ഏത് കൊട്ടാരത്തിലോ ഏത് അല്ലാത്ത സാധാ സ്ഥലത്തോ എനിക്ക് അകത്ത് കയറുന്ന ആരെയും പിടിച്ചുകൊണ്ട് പോകാൻ കഴിയും, അത്ര ശക്തനാണ് ഞാനെന്ന് മനസ്സിലായി ആ മരണം പറഞ്ഞു. അപ്പോൾ താൻ അയാളെ വണങ്ങാൻ പോയപ്പോൾ അയാൾ പറഞ്ഞു, മരണം പറഞ്ഞു, എന്നെ വണങ്ങരുത്, കാരണമെന്ന് ഞാൻ ഒരാളെ ഭയക്കുന്നു. അതാരാണ് നീ ഭയക്കുന്നത്? മരണത്തെ ഭയക്കുകയോ? അത് മരണത്തെ ഭയക്കുന്നത് ആരാണ്? അപ്പോഴാണ് അയാൾ പറഞ്ഞു, അത് സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. യേശുവാണ് മരണത്തെ ഭയക്കാത്ത ആള്. കാരണം എന്ന് ചോദിച്ചാൽ ആ മരണം പോയപ്പോൾ മരണത്തിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നത് യേശു കർത്താവ് മാത്രമാണ്. മരണത്തെ ജയിച്ച ആള് യേശു കർത്താവ്. ഒരിക്കലും മരണത്തിന് യേശുവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. അപ്പോഴാണ് താൻ മനസ്സിലാക്കിയത്, സർവശക്തനായ യേശു കർത്താവിന് മാത്രമേ ഈ ഭൂമിയിലും എല്ലായിടത്തും ഉള്ളതിൽ മരണത്തെ ഭയമില്ലാതെ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് മാത്രമേ ഹല്ലേലൂയ ഇതിൽ അധികാരമുള്ളൂ. വണങ്ങുവാനും
പ്രാപ്തനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യേശു മാത്രമെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ വ്യക്തി യേശുവിനോട് ചേരുവാൻ കഴിഞ്ഞു. ആ വ്യക്തിയുടെ ജീവിതം ധന്യമായി തീരുവാൻ കഴിഞ്ഞു. ഈ കഥയെ കൂടെ നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.